മിക്ക ദമ്പതികളും കരുതുന്നത് ആഴത്തിലുള്ള ആനന്ദവും സുഖവും സൃഷ്ടിക്കുന്നത് എന്താണെന്ന് തങ്ങൾക്ക് അറിയാമെന്നാണ്. എന്നാൽ ചില പ്രത്യേകതരം രീതികൾക്ക് ഒരു പ്രത്യേക ആനന്ദം നൽകാൻ കഴിയുമെന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. മറഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളെ ഉണർത്തുകയും ശാരീരിക അടുപ്പവും ബന്ധവും വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ പങ്കാളി നിങ്ങളിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്യുന്ന ചില ട്രിക്സ് ഉണ്ട്. നിങ്ങൾ ശാരീരിക ബന്ധം ആരംഭിക്കുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ പങ്കാളിയിൽ വലിയ ആകർഷണവും ആനന്ദവും ഉളവാക്കും. നിങ്ങളുടെ പങ്കാളിക്ക് പെട്ടെന്ന് താല്പര്യം നഷ്ടപ്പെടുകയോ ആവേശം മങ്ങുകയോ ചെയ്താൽ ഈ രീതിക്ക് ആഗ്രഹത്തെ പൂർണ്ണമായും പുനഃസജ്ജമാക്കാനും നിലനിൽക്കുന്ന അഭിനിവേശം സൃഷ്ടിക്കാനും കഴിയും. പ്രകൃതിയെ നോക്കുമ്പോൾ എല്ലാം ഒരു മാതൃക, ഒരു നിയമം പിന്തുടരുന്നു. അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സന്തോഷവും സംതൃപ്തിയും അവർ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രേരണകൾ, വൈകാരിക ആവശ്യങ്ങൾ എന്നിവയെല്ലാം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് അന്വേഷിക്കുന്നത് എന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മൾ ആസ്വദിക്കുന്ന ഏത് പ്രവൃത്തിയായാലും അത് വീണ്ടും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം മനസ്സ് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും നമുക്കൊരു പ്രത്യേക ആനന്ദബോധം നൽകുകയും ചെയ്യുന്നതിനാലാണ്. ഇന്ന് ഞാൻ ലൈംഗിക ബന്ധത്തിൽ സ്വീകരിക്കേണ്ട പ്രത്യേക രീതിയെക്കുറിച്ചും അതിനെ സവിശേഷമാക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ആളുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ചില വ്യക്തികൾ സ്വാഭാവികമായും ചില ശൈലികൾ, ചില മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികളെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പലപ്പോഴും ഒരു യാന്ത്രിക മാനസിക പ്രക്രിയയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ശാരീരിക ബന്ധത്തിൻ്റെ കാര്യത്തിൽ പലരും ശക്തമായ മുൻഗണനകൾ വളർത്തിയെടുക്കുന്നത് അവരുടെ മനസ്സ് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനാലാണ്. വാഗൊണ്ട് ചെയ്യുന്ന രീതി പോലെ നമ്മൾ ആസ്വദിക്കുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അത് ക്രമരഹിതമായി ചെയ്യുന്നില്ല. നമുക്ക് ശാരീരികമായും മാനസികമായും ശരിയായ അന്തരീക്ഷം ആവശ്യമാണ്. ശാരീരിക ബന്ധത്തിനിടയിൽ വാഗൊണ്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് പങ്കാളികൾ തമ്മിലുള്ള ആകർഷണവും താല്പര്യവും വളരെ പ്രധാനമാണ്. ഓരോ വ്യക്തിക്കുമുള്ള ആഗ്രഹത്തിൻ്റെ നിലവാരവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരാളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും മാത്രം പ്രാധാന്യം കൽപ്പിക്കരുത്. കാരണം ഇതെല്ലാം ഓരോരുത്തരുടെയും ചിന്തകൾ, ഫാൻറ്റസികൾ, വൈകാരിക പ്രതികരണങ്ങൾ എന്നിവയുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർ ഇതുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങളുള്ള ചിത്രങ്ങളോ വീഡിയോകളോ കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നു. ഇത് അവരുടെ ആവേശത്തെയും സ്വാധീനിക്കുന്നു. സാഹചര്യം ശാന്തവും വിശ്രമവുമാകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണം കൂടുതൽ ആസ്വദിക്കുന്നത് പോലെ കുറച്ച് പ്രതീക്ഷയും ആവേശവുമൊക്കെ ഉണ്ടാകുമ്പോൾ വാഗൊണ്ടുള്ള രീതികൾ കൂടുതൽ ആസ്വാദകരമാകും. അതുകൊണ്ടാണ് സ്ത്രീയുടെ മനസ്സ് അനുഭവത്തിനായി പതുക്കെ തയ്യാറാകേണ്ടത്. സാധാരണയായി പുരുഷൻ ആദ്യം തുടങ്ങുന്നതാണ് നല്ലത്. കാരണം സ്ത്രീ ശരിയായ മാനസികാവസ്ഥയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷന് ധാരാളം നേട്ടങ്ങൾ ലഭിക്കും. ഇത്തരം കാര്യങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞു ചെയ്യിക്കേണ്ടതല്ലോ. എന്നാൽ ഈ സമയത്ത് സ്ത്രീ നല്ലൊരു മൂഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷൻ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ പലപ്പോഴും പോസിറ്റീവായി സ്വീകരിക്കപ്പെടുന്നു. കാരണം അവളുടെ മനസ്സ് ഇതിനകം തന്നെ ആനന്ദത്തിനായി തുറന്നിരിക്കുന്നു. ഒരു പങ്കാളിയും സാധാരണയായി നിർബന്ധിക്കപ്പെടുകയോ ആജ്ഞാപിക്കുകയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അവർ അത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില സ്ത്രീകൾക്ക് സ്വാഭാവികമായും കുറഞ്ഞ ലൂബ്രിക്കേഷൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ അവർക്ക് വാഗൊണ്ടുള്ള രീതി വളരെ ഫലപ്രദമാണ്. ഫോർപ്ലേയുടെ ഭാഗമായി ഇത്
രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ശക്തമായ ശാരീരിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ചില രീതികൾ അവസാനം വരെ കാത്തു സൂക്ഷിക്കണം, കാരണം അവയെ പൂർത്തിയാക്കാതെ തടഞ്ഞു നിർത്തുന്നത് ആവേശം വർദ്ധിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ സ്നേഹം, സന്തോഷം, പ്രതിരോധശേഷി എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ഹോർമോണുകൾ ശരീരത്തിൽ പുറത്തുവിടുന്നു. വാഗൊണ്ടുള്ള ഈ രീതി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ശാരീരികമായും വൈകാരികമായും വളരെ പ്രയോജനകരമാണ്. താൽപ്പര്യത്തോടെ ഇത് ചെയ്യുന്നത് ആഗ്രഹമില്ലാതെ ചെയ്യുന്നതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ സുഖവും ഫലവും നൽകുന്നു. ചില ആളുകൾ ഇത് മറ്റു തരത്തിലുള്ള രീതികൾ അപേക്ഷിച്ച് കൂടുതൽ ആസ്വദിക്കുന്നു. നാവിൻ്റെ ചലനങ്ങൾ സ്വാഭാവികമായി മുകളിലേക്ക് പോകണം. ഈ പ്രവർത്തനത്തോടുള്ള മനോഭാവം പോസിറ്റീവ് ആയിരിക്കണം. പങ്കാളികൾ പരസ്പരം ഇതിനെക്കുറിച്ച് നെഗറ്റീവായി സംസാരിക്കരുത്, കാരണം അത് തെറ്റായ ധാരണ സൃഷ്ടിക്കുന്നു. പങ്കാളിയുടെ ശുചിത്വം, അണിഞ്ഞൊരുങ്ങൽ, പുതിയ വസ്ത്രങ്ങൾ എന്നിവ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. സ്ത്രീ ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൾ പുരുഷനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നു. മറ്റു ചിലപ്പോൾ അവളുടെ മനസ്സ് ഒരു ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ അവളുടെ കണ്ണുകൾ പൂർണ്ണമായും അടയുന്നു. നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ചില പുരുഷന്മാർക്ക് ചില സ്ത്രീകളോട്, പ്രത്യേകിച്ച് അവരുടെ പ്രതികരണവും അവർ പ്രകടിപ്പിക്കുന്ന ആനന്ദവും കാരണം പ്രത്യേക ആകർഷണം തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. പങ്കാളിയുടെ ശരീരത്തെയോ അവരുടെ പ്രകടനത്തെയോ നിങ്ങൾക്ക് ഇടയ്ക്കിടെ അഭിനന്ദിക്കാം, അല്ലെങ്കിൽ അതിനു സമാനമായ റെസ്പോൺസ് കൊടുക്കാം, കാരണം ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായി അവർക്ക് തോന്നാൻ കാരണമാക്കും. വിശപ്പോ ശരിയായ ദഹനമോ ഇല്ലാതെ ഒരാൾക്ക് ഭക്ഷണം ആസ്വദിക്കാൻ കഴിയാത്തതുപോലെ ശാരീരിക ബന്ധത്തിനോടും അതിനിടക്കുള്ള പ്രവൃത്തികളോടും ശരിയായ ആഗ്രഹം ആവശ്യമാണ്. നിങ്ങൾ ചത്തതുപോലെ ഒരു റെസ്പോൺസുമില്ലാതെ കിടക്കരുത്. ഓരോ പങ്കാളിയും മറ്റൊരാളിൽ ആ ആഗ്രഹം സൃഷ്ടിക്കണം. സ്ത്രീ ആദ്യം പൂർണ്ണ സംതൃപ്തി കൈവരിക്കുന്നതും പിന്നീട് പുരുഷനും എത്തുന്നതാണ് സാധാരണയായി നല്ലത്. ഏത് പ്രവൃത്തിയിലും സംതൃപ്തിയും ആത്മവിശ്വാസവും അനുഭവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുമ്പോഴും ഹൈപ്പ് ചെയ്യാൻ മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലർക്കും അറിയില്ല എങ്ങനെയാണ് ഹൈപ്പ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് പേരിലേക്ക് എത്താനുമുള്ള ഏക വഴി. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒന്ന് നീക്കിയാൽ ഈ ഹൈപ്പ് ബട്ടൺ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.